സ്നേഹിതരെ, ഈ തരത്തിലാണ് വാസ്തവത്തിൽ കുടുംബ ബന്ധങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്. Now this is a picture of what we saw in Genesis 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താണോ കണ്ടത് അതിന്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Because God told the man and the woman that he commissioned them to subdue the earth. കാരണം ഈ ലോകത്തെ ഭരിക്കുവാനുള്ളതായിരിക്കുന്ന അധികാരം ദൈവം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ കൊടുക്കുവാനിടയായി. അതാണ് വാസ്തവത്തിൽ ഇവിടെ നാം ദർശിക്കുന്നത്. It was always in his heart for the man and the woman together to rule over the devil. ഈ ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരനായ പിശാചിനെ ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അവനെ തകർക്കണം, അവനെ നിയന്ത്രിക്കണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും വാഞ്ചയുണ്ട്. And I want you to know that when Jesus is at the center of your marriage, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ വിവാഹബന്ധത്തിന്റെ കേന്ദ്രബിന്ദുവായി കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നു എങ്കിൽ, and you allow him to change your hearts like is shown here, അത് ഇവിടെ ഞാൻ കാണിച്ചതുപോലെ ആ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തുവാൻ നിങ്ങൾ അനുവദിക്കുന്നു എങ്കിൽ, then you together are going to be able to subdue the enemy. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണക്കാരനാകുന്ന പിശാചിനെ നിങ്ങളുടെ കാൽ കീഴാക്കി അവന്റെ മേൽ ജയം എടുക്കുവാൻ പ്രാപ്തരാകുവാൻ പോകുകയാണ്. And God wants your family and your marriage to be dangerous to the kingdom of darkness. അതേ നിങ്ങളുടെ കുടുംബം, വിവാഹബന്ധം അതേ അന്ധകാരത്തിന്റെ രാജ്യത്തിന് ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്നതായിരിക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And that's what we see. This is God's original intention for marriage. അതെ, വിവാഹത്തെക്കുറിച്ചുള്ളതായിരിക്കും ദൈവത്തിന്റെ ആദ്യത്തെ ചിന്ത, ദൈവത്തിന്റെ ആദ്യ പദ്ധതി എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. Hallelujah. Praise the Lord. Give these people a hand and praise the Lord for what he's done. ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. Thank you. And thank you, buddy. Thank you. And we might need to pray for him. You're not a devil, brother. You guys can be seated. Thank you. നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, നിങ്ങൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തത്. Now, we've shown you the biblical pattern for marriage. എന്താണ് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ ചെയ്തത്? വിവാഹബന്ധത്തിന്റെ, കുടുംബ ബന്ധത്തിന്റെ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വേദപുസ്തക മാതൃകയാണ് ഇന്ന് രാത്രി ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. We know that under the curse of sin, the woman was dominated. നമുക്ക് പാപത്തിന്റെ ശാപത്തിന്റെ കീഴിലായി കഴിഞ്ഞപ്പോൾ സ്ത്രീ ഭരിക്കപ്പെടുന്നവളായി മാറി. That's what we saw in Genesis 3:16. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അതാണ് വാസ്തവത്തിൽ നമ്മൾ കണ്ടതായ യാഥാർത്ഥ്യം. But there's also a verse we call John 3:16. എന്നാൽ ഉൽപ്പത്തി 3:16 എന്നതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. For God so loved the world that he sent his only son to die ദൈവം for us. ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചു. And I want you to know that John 3:16 cancels out Genesis 3:16. നമുക്ക് ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുന്ന ആ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തെ അവിടെ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. Aren't you thankful for Jesus? അത് കർത്താവിനെ അത് ഓർത്തൊന്ന് സ്തുതിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? യേശുവിന്റെ ആ പ്രവൃത്തി നിമിത്തം ഈ രാത്രി ഒരിക്കൽ കൂടെ കർത്താവിനെ ശക്തമായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Now, in the few minutes that I have left tonight, അല്പമിനിറ്റുകൾ കൂടിയാണ് എനിക്ക് പോകുവാനായിട്ട് എന്റെ മുൻപിലുള്ളത്. I want to talk specifically to the men who are here. ഇവിടെ ഇന്ന് രാത്രി ആയിരിക്കുന്ന സഹോദരന്മാരോട്, പുരുഷന്മാരോട് ചില കാര്യങ്ങൾ പ്രത്യേകം സംസാരിക്കാൻ ഇനിയുള്ള സമയങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now I realize that there are many women sitting with us. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ധാരാളം സഹോദരിമാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. And some of you are sitting beside your wives. അത് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ പലരും നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ തന്നെയാണ് ഇരിക്കുന്നത്. And I may say something tonight that might feel a little uncomfortable. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കതൊരു അസ്വസ്ഥമായിട്ട് ചിലപ്പോൾ തോന്നുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. And ladies, if you're sitting next to your husband, നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭർത്താവിനോട് ചേർന്നായിരിക്കുന്നതെങ്കിൽ, if I say something that you think he needs to hear, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഭർത്താവ് ഇതൊന്ന് കേട്ടേ പറ്റത്തുള്ളൂ, അങ്ങേര് ഇതൊന്ന് കേൾക്കണം എന്നൊരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, you can just jab him with your elbow ഇടയ്ക്ക് കൈമുട്ടുകൊണ്ട് കണ്ടവാനം ഇടിക്കരുത്, or squeeze his hand. It's okay. Praise the Lord. Because I love you very much. ഞാൻ നിങ്ങളെ ആഴമായിട്ട് സ്നേഹിക്കുന്നു. I'm saying this from my heart to you as another brother in the Lord. ക്രിസ്തുവിൽ നിങ്ങളുടെ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുവാൻ പോകുന്നത്.
I want to give you three principles tonight ഇന്ന് രാത്രി പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ഒരുങ്ങുന്നത്. that will help you to have supernatural love for your wife. നിങ്ങളുടെ ഭാര്യയോട് ഇതുവരെ നിങ്ങൾ കാണിച്ചിട്ടില്ലാത്ത നിലയിൽ വ്യത്യസ്തമായിട്ട് ഒരു അനിതര സാധാരണമായ സ്നേഹത്തിൽ അവളുമായിട്ട് സഹകരിപ്പാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. And I can tell you that every woman in this room, one of her greatest needs is to be loved. ഈ മുറിയിലിരിക്കുന്ന, ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കപ്പെടണം എന്നൊരു വലിയ ആവശ്യം അവരുടെ ജീവിതത്തിലുണ്ട്. But you need to have supernatural love for your wife. അത് നിങ്ങളുടെ ഭാര്യമാരോട് മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു അസാധാരണമായ സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. That means you can't do this without Jesus. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹായം കൂടാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. It is impossible for a man to love his wife without the help of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹായം കൂടാതെ ഒരു പുരുഷന് തന്റെ സ്ത്രീയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. But I want to challenge you to follow these principles. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ഈ ജീവിത തത്വങ്ങൾ അനുഗമിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. And maybe you should write these down. ഒരുപക്ഷെ നിങ്ങൾക്കത് എഴുതിയെടുക്കുവാൻ കഴിയുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. Number 1, you must learn to treat your wife as an equal. ഒന്നാമതായിട്ട് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് തുല്യമായിട്ട് തന്നെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കാണുവാൻ, അവരോട് സഹകരിക്കുവാൻ, ഇടപെടുവാൻ നിങ്ങൾ ഒരുങ്ങണം. And I'm going to ask my brother to read from 1 Corinthians chapter 7. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് വരാം. And we're going to read verses 3 and 4. 3-4 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടായാൽ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. Now, remember, the Bible is our guide in life. ഓർക്കുക, ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. And the Bible is more important than our culture. നമ്മുടെ സംസ്കാരത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുള്ളത് വേദപുസ്തകത്തിനാണ്. Amen? Yes. Now we are products of our culture. നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഒരു ഭാഗങ്ങളാണ്. Some things we were told by our parents and our grandparents. നമ്മുടെ വല്യപ്പച്ചന്മാര്, വല്യമ്മച്ചമാര്, നമ്മുടെ മാതാപിതാക്കള് ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ. And our society tells us that we have to live a certain way. നമ്മുടെ ജീവിക്കുന്ന സമൂഹം നമ്മളൊരു പ്രത്യേകമായിരിക്കുന്ന വിധത്തിൽ ജീവിക്കണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. But if our culture tells us to do something that contradicts the Bible, എന്നാൽ നമ്മുടെ സംസ്കാരം പറയുന്ന പല കാര്യങ്ങൾ വേദപുസ്തകത്തോട് യോജിക്കാത്തതാണെങ്കിൽ, വൈരുദ്ധ്യമായി നിൽക്കുന്നതാണെങ്കിൽ, then we're going to have to break out of our cultural bondage. നമ്മുടെ ആ സംസ്കാരത്തിന്റെ ബന്ധനം പൊട്ടിച്ച് നമ്മൾ വെളിയെ വരേണ്ടത് ആവശ്യമുണ്ട്. Are you willing to obey the Bible? ദൈവവചനം പൂർണ്ണമായി അനുസരിപ്പാൻ നിങ്ങൾ സന്നദ്ധരാണോ? അതിന് തയ്യാറുള്ളവരാണോ? Instead of any culture. ഏതെങ്കിലും ജീവിത സംസ്കാരം അതിനെ പിടിച്ചോട് നിൽക്കാതെ ദൈവവചനം എന്തു പറയുന്നു അതിനെ അനുസരിപ്പാൻ നമ്മൾ സന്നദ്ധതയുള്ളവരായിരിക്കുക. Now this passage that we just read is about the most intimate part of a marriage relationship. ഒരു വിവാഹ ബന്ധത്തിലെ ഏറ്റവും അടുത്ത ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം. And we often don't talk about this subject in the church. സാധാരണയായിട്ട് സഭകളിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാറില്ല, പറയാറുമില്ല. Even though the Bible addresses it many times. പല പ്രാവശ്യം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ കാണുവാൻ കഴിയുമെങ്കിലും നമ്മളത് പരസ്യമായി ഒന്നും അങ്ങനെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യാറില്ല. We get embarrassed when we talk about intimacy in marriage. വിവാഹ ജീവിതത്തിന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാഴിക തോന്നുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമുക്കുണ്ടാകുക. Now because we have families and children here tonight, ഇന്ന് രാത്രിയും നമുക്ക് കുടുംബങ്ങളോട് അപ്പോൾ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. I'm going to make my comments very general. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ എന്റെ വാക്കുകളെ മുൻപോട്ട് നയിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്.